പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ എപ്പിസോഡിൽ പുറത്തായ 20 പേരെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ പ്രൊമോയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു രഞ്ജിനിയും പൂജ എന്ന കണ്ടസ്റ്റന്റും തമ്മിലുള്ളൊരു തർക്കം. അപ്പോൾ ഇത് എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെനീഷ് ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ഇന്നലത്തെ ഗെയിമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റിസ് സർവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഗെയിമിന്റെ റൂൾ പ്രകാരം ലോക്ക് ഓപ്പൺ ചെയ്തവർക്ക് മാത്രമേ ആ 20 പേരുടെ റൗണ്ടിലേക്ക് കയറാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ പൂജ എന്ന കണ്ടസ്റ്റന്റ് അവിടെ കരഞ്ഞ് ഒരു ഇമോഷണൽ സീൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ റൗണ്ടിലേക്ക് കയറാൻ പറ്റിയത് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്ന പൂജയുടെ പ്രശ്നം. അപ്പൊ രഞ്ജിനി ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചതിന് ശേഷമല്ലേ അവരെ കയറ്റി വിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു വ്യക്തമായ മറുപടി പറയാനൊന്നും അവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ആകെ അലമ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ബഹളം. ഇതിനിടയിൽ രഞ്ജിനി ചോദിക്കുന്നുണ്ട്, ക്ലൂ കാർഡ്സ് ആരുടെയൊക്കെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്നു, അളകനന്ദയുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പൂജ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അവസാനം രഞ്ജിനി സംസാരം നിർത്താൻ പറയുന്നുണ്ട്. കളിച്ച് ജയിച്ചാൽ മാത്രം മുന്നോട്ട് പോകാം, അത് ഫെയർ ആണോ അല്ലയോ എന്നൊക്കെ പബ്ലിക് തീരുമാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ പൂജ എന്ന് പറയുന്ന മത്സരാർത്ഥി അത് ഈ ഒരു സ്റ്റേജിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് അവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചതായൊന്നും കണ്ടില്ല. പ്രതികരിച്ചിരുന്നോ എന്ന് നമുക്കറിയില്ല, അത് ഇനി എപ്പിസോഡിൽ വരാതിരുന്നതാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ആ സമയത്ത് അവരൊരു വലിയ സീൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്തായാലും അത് എപ്പിസോഡിൽ വരേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ അവസരത്തിന് വേണ്ടിയിട്ട് അവർ സംസാരിച്ചിരുന്നു എങ്കിൽ മേ ബി അവർക്ക് ആ റൗണ്ടിൽ കയറി പറ്റാൻ പറ്റിയേനെ. അവസാന തീരുമാനം ഷോയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ചിലപ്പോൾ അവർക്കൊരു അവസരം ലഭിച്ചേനെ. ഇതുമായി ബന്ധപ്പെട്ട് ഈ പൂജ എന്ന് പറഞ്ഞ ആളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവരെന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ഹലോ, ഞാൻ പൂജ അജയ്. ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യത്തിൽ 2 പൂജ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ സീസണിൽ 2 പൂജ ഉണ്ട്. ഒന്ന് പൂജ ശരത്തും ഒന്ന് പൂജ അജയ്, അതായത് ഞാനും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നു 12 മണിക്ക്, ഇതിപ്പോൾ 9 മണിക്ക് ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ എന്താ പറഞ്ഞാൽ, ഞാൻ പൂജ ശരത്ത് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് അത് മത്സരത്തിൽ താഴെ ടാസ്കിൽ നന്നായിട്ട് കളിച്ച് അങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് അതാണ് പിന്നെ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ട്, നീ എന്തായിരുന്നു ബാക്കിൽ ചെയ്ത്, നീ എന്തിനാ പോയത്, ഇങ്ങനെ കുറേ കമന്റ്സ്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സരത്തിൽ താഴെന്ന് പറഞ്ഞ ടാസ്കിൽ നമ്മുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കണ്ടസ്റ്റന്റിന് പ്ലേസിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ, ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ പൂജ ശരത്തും ഞാനും, എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ഷ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ലോക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് അത് ജാമാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തുറക്കാൻ പറ്റിയില്ല. മെയിൻ ഹൈലൈറ്റ്, എനിക്ക് ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിനും ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല. അവൾ കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തുറക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് ഇവളെ പോലെ കരയാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കരയുന്നൊരു പേഴ്സൺ അല്ല. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. പൂജ ചേർത്ത് കരയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ. അത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ ആരായി, കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്ന എന്താ പറഞ്ഞാൽ, കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നതെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സീസണിൽ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പ്ലീസ് സപ്പോർട്ട് ട്രൂ നേച്ചർ കാണിച്ച് നിൽക്കുന്നത്. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവര് പറയുന്നത് കരഞ്ഞലമ്പാക്കിയത് കൊണ്ടാണ് ആദ്യത്തെ എപ്പിസോഡിലെ പൂജ 20 പേരുടെ റൗണ്ടിലേക്ക് കയറിയത്, എന്നാൽ ഇവരത് ചെയ്യാത്തത് കൊണ്ട് ഇവർ പുറത്തായി എന്നാണ്. അപ്പൊ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഇവർ ആ സമയത്ത് പ്രതികരിച്ചിട്ടില്ല. ഇവർക്ക് പ്രതികരിക്കാമായിരുന്നു. അവരും അലമ്പാക്കിയിരുന്നെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞ് സീനാക്കിയിരുന്നെങ്കിൽ അവർക്ക് ആ റൗണ്ടിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അന്തിമ തീരുമാനം ഷോയുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എങ്കിലും അവർക്ക് അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ അവസരം അവർ തന്നെ നേടിയെടുക്കണം. മറ്റുള്ളവർ ഏത് രീതിയിൽ നേടിയെടുത്തു ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞു നിൽക്കല്ല. അവർക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ഏത് രീതിയിലാണോ അത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ അവരവരുടെ അവസരം നേടിയെടുക്കണം. മറ്റുള്ളവരെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊന്ന് നോക്കി നിന്നാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.